നമസ്കാരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം MLA നീക്കം ചെയ്തതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ ഉണ്ടായ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾക്ക് ദേശീയ നേതൃത്വം വേഗം കൂട്ടിയിരിക്കുകയാണ്. ഏറെക്കാലം യൂത്ത് കോൺഗ്രസിനെ നയിച്ച വ്യക്തി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് സാധ്യതകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തള്ളിപ്പറഞ്ഞവരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പോലും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നു. ഇതിനിടെയാണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയമിക്കാനുള്ള നീക്കങ്ങൾ സജീവമായത്. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി അദ്ദേഹത്തിന് തിരികെ ലഭിക്കാനായിട്ട് സാധ്യതയില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് MLA ആയിട്ട് മത്സരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ കേസുകളോ പരാതികളോ ഇല്ലെങ്കിൽ പോലും ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ആയുധമാക്കാനായിട്ട് ഇടയുണ്ടെന്ന് പാർട്ടി ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പുതിയൊരു നേതൃത്വത്തെ കണ്ടെത്തി യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾക്ക് ദേശീയ നേതൃത്വം തുടക്കമിട്ടിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ടാലന്റ് ഹണ്ട് പോലെയുള്ള തെരഞ്ഞെടുപ്പ് രീതികളാണ് അവലംബിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അഭിമുഖത്തിലൂടെ ആയിരിക്കും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റി ആയിരിക്കും ഈ ഒരു അഭിമുഖം അത് നടത്തുക. അന്തിമ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് 4 പ്രമുഖ നേതാക്കന്മാരാണ്. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി, അതോടൊപ്പം തന്നെ ജനീഷ് കുമാർ, ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയൻ, മുൻ NSU ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന KM അഭിജിത്ത് എന്നിവരാണ് ഇപ്പോൾ പരിഗണനാ പട്ടികയിലുള്ളത്. ഈ 4 പേരിൽ ഒരാൾ അധ്യക്ഷനാകുമെന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ KSU അധ്യക്ഷനും ഒരു സമുദായത്തിൽ നിന്നുള്ളവരായതിനാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും അതേ വിഭാഗത്തിൽ നിന്ന് വരുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില ജാതി മത സമവാക്യങ്ങൾ പരിഗണിച്ചാൽ അബിൻ വർക്കിക്ക് അധ്യക്ഷ പദവി ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം നേടിയ അബിൻ വർക്കിക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകണമെന്നും സംഘടനാ സംവിധാനത്തിൽ നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം പാർട്ടിയിലുണ്ട്. KM അഭിജിത്തിന് പാർട്ടിയിലെ പ്രബലരായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന അദ്ദേഹം വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി നിരവധി സഹന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ബിനു ചുള്ളിയലിനെയും അധ്യക്ഷനായി പരിഗണിക്കണമെന്ന് മറ്റൊരു വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടം പദവി ഒഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ അധ്യക്ഷനെ നിയമിക്കാത്തത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പുതിയ അധ്യക്ഷനെ നിയമിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ സജീവമാക്കേണ്ടത് കോൺഗ്രസിൻ്റെ വിജയത്തിന് ഏറെ നിർണായകമാണ്. പാർട്ടിയുടെ ചാലക ശക്തിയായി എപ്പോഴും നിലകൊള്ളുന്നത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളും വിവാദങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തമായ യൂത്ത് കോൺഗ്രസ് നേതൃത്വവും അത്യാവശ്യമാണെന്ന് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്ക് ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. പുതിയ അധ്യക്ഷനെ നിയമിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകളും ശക്തമാണ്. എന്നാൽ ഇത് അദ്ദേഹത്തിന് ഔദ്യോഗിക പദവികൾ തിരികെ നൽകുമോ അതോ പാർട്ടിയിലെ മറ്റേതെങ്കിലും ചുമതലകൾ നൽകുമോ എന്നത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പുതിയ നേതൃത്വം വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് ഏതു ദിശയിലേക്ക് നീങ്ങുമെന്നും കാത്തിരുന്ന് കാണാം.